എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കർക്കിടക കഞ്ഞിയാണ്. ഒരുപാട് മരുന്നുകളൊന്നും തന്നെ ചേർക്കാതെ നമ്മുടെ വീട്ടില് നിത്യമുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മുടെ അമ്മമാര് നമുക്ക് ഉണ്ടാക്കി തന്നിരുന്ന വളരെ ഉത്തമമായ ഒരു കഞ്ഞി കൂടിയാണ്. ഈ ഒരു കഞ്ഞി കുടിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന വേദനകൾക്കെല്ലാം വളരെ ഉത്തമമാണ്. അതുപോലെ കൊളസ്ട്രോള്, ഷുഗർ എന്നിവ മൂലം കഷ്ടപ്പെടുന്ന ആൾക്കാർക്കും ഇതുപോലെ ഒരു കഞ്ഞി തയ്യാറാക്കി കുടിക്കുന്നത് ഈ ഒരു മാസത്തിൽ നല്ലത് തന്നെ ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് ഒരുപാട് മരുന്നുകളൊക്കെ ചേർത്ത് തയ്യാറാക്കാനാണെങ്കിലും ഈ ഒരു കൂട്ട് തന്നെ മതിയാകും. കഞ്ഞി തയ്യാറാക്കി എടുക്കാനായിട്ട് അരി എടുക്കുമ്പോൾ ഞവരരി ആയിരിക്കണം എടുക്കേണ്ടതും. ഈ ഒരു അരി ചേർത്ത് തയ്യാറാക്കുമ്പോഴാണ് കഞ്ഞി വളരെ തന്നെ ഹെൽത്തി ആയിട്ട് കിട്ടുന്നതും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും എന്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ പ്രയോജനകരമാണ്. വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കുടൻ തന്നെ നമ്മുടെ വീഡിയോ കാണാൻ പോകാം. നമുക്കിനി കർക്കിടക കഞ്ഞി തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ 200 ഗ്രാം അളവിൽ ഞവരരിയാണ് എടുത്തിട്ടുള്ളത്. കഞ്ഞി തയ്യാറാക്കി എടുക്കാനായിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു അരിയാണ് ഞവരരി. ഞവരരി പാത്രത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ മറ്റുള്ള ചേരുവകൾ കൂടി ചേർക്കണം. ഇനി നമുക്ക് വേണ്ടത് മുതിരയാണ്. ഇത് നമ്മുടെ ശരീര ബലം കൂട്ടുന്നതിനും എല്ലുകളുടെ ആരോഗ്യത്തിനുമാണ് നമ്മൾ മുതിര ചേർക്കുന്നത്. മുതിരയും നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. തണുപ്പ് കാലമായാൽ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ദഹന വ്യവസ്ഥയെ കുറക്കുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ശരീര ആരോഗ്യത്തിനും ചെറു ജീരകം ചേർക്കാറുണ്ട്. ഇതുകൂടെ നമുക്കിതിലേക്ക് ചേർക്കാം. ജീരകം ഞാൻ ഒരു സ്പൂൺ അളവാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവില് ഉലുവയാണ്. ഉലുവയിൽ ധാരാളം ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ളതാണ്. ഇത് നമ്മുടെ കൈകാലുകൾ വേദന, ശരീരവേദന, നടുവേദന, ആർത്തവ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും വളരെ ഉത്തമമാണ്. പ്രസവശേഷം ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കുന്ന എല്ലാ കാര്യത്തിനും ചേർക്കുന്ന ഒന്നാണ് ഉലുവ. നമ്മുടെ നടുവിനുണ്ടാകുന്ന വേദനകൾക്കും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ബ്ലഡ് ഉൽപാദനത്തിനും നമ്മുടെ കണ്ണിനും തലമുടിക്കും ചർമ്മത്തിനും വളരെയധികം ഉത്തമമാണ് ഉലുവ. ഉലുവയും നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിൽ ആശാളിയാണ്. ആശാളിയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ സ്കിന്നിന് ഗ്ലോവ് ആയിട്ടും നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യ സംരക്ഷണത്തിനും വളരെ തന്നെ നല്ലതാണ് ഈ ഒരു ആശാളി. ഈ ഒരു ആശാളി പ്രസവ സമയത്ത് സ്ത്രീകൾക്ക് വെള്ളത്തിലിട്ട് കൊടുക്കാറുണ്ട്. കാരണം നോർമൽ ഡെലിവറി ആയി കിട്ടാനും വേണ്ടിയിട്ട് ശരീരത്തിന്റെയൊക്കെ ഉള്ളില് വഴുവഴുപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ആശാളി ഉപയോഗിക്കുന്നത്. അപ്പോൾ പണ്ടത്തെ കാരണന്മാര് ഇതെല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു. അപ്പൊ ഇതുകൂടെ നമുക്കിതിലേക്ക് ചേർത്തതിന് ശേഷം നമുക്ക് നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്കൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മളിവിടെ എല്ലാം ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുതിർന്ന് വരാനായിട്ട് നിറയെ തന്നെ വെള്ളം ഒഴിച്ച് വെക്കാം. അരിയെല്ലാം കുതിർന്ന് വരാനായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുവാണ്. ഞാനിപ്പോൾ രാവിലെയാണ് വെള്ളത്തിൽ കുതിർത്തുന്നത്. ഇനി നമ്മൾ വൈകിട്ടാണ് കേട്ടോ കഞ്ഞി തയ്യാറാക്കി എടുക്കേണ്ടതും. അതും ഒരു സന്ധ്യയ്ക്ക് മുമ്പായിട്ട് തന്നെ കഞ്ഞി കുടിക്കണം. അല്ലെങ്കിൽ രാത്രിയിൽ അത്താഴത്തിനായിട്ടാണ് നമ്മൾ ഈ കഞ്ഞി ഉപയോഗിക്കേണ്ടതും. ഡയബറ്റിക് പേഷ്യൻസിനാണെങ്കിൽ ഇതിലേക്ക് മധുരം ചേർക്കാതെ വേണം കുടിക്കാൻ. ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും ആവശ്യമാണെങ്കിൽ നമുക്ക് മാത്രമായിട്ട് കുറച്ച് മധുരം ചേർത്ത് കഞ്ഞി കുടിക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ അരി ഒന്ന് കുതിർന്ന് വരട്ടെ. ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം. ഇതെല്ലാം ഒന്ന് കുതിർന്ന് വരാനായിട്ട് നമുക്ക് കൂടുതൽ സമയം ആവശ്യമായിട്ട് വരും. അതുപോലെ ഞവരരി ഒരു 8 മണിക്കൂർ നേരമെങ്കിലും കുതിർത്തിയെടുക്കേണ്ടതാണ്. രാവിലെയാണ് കഞ്ഞി തയ്യാറാക്കേണ്ടതെങ്കിൽ രാത്രി തന്നെ ഇതെല്ലാം കുതിർത്തി വെക്കേണ്ടതാണ്. ഇപ്പൊ നമ്മൾ വൈകിട്ടാണ് ഈ ഒരു കഞ്ഞി കുടിക്കാൻ പോകുന്നതും. അതിനായിട്ടാണ് ഞാനിവിടെ രാവിലെ തന്നെ അരിയെല്ലാം വെള്ളത്തിലെടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ വൈകുന്നേരമാണ് ഇതൊരു കുക്കറിലേക്ക് മാറ്റിയിട്ട് വേവിച്ചെടുക്കാനും പോകുന്നത്. അപ്പോൾ ഈ അരി കുതിർന്ന് വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ അരി കുതിർത്തിയെടുക്കാൻ വെച്ചിട്ട് ഒരു 5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കുതിർന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ അരിയെല്ലാം നല്ല പോലെ തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇതിനായിട്ട് ഒരു കുക്കറിലേക്കാണ് അരി മാറ്റേണ്ടത്. നമ്മൾ അരി കുതിർത്തിയ വെള്ളമൊന്നും കളയുന്നില്ല. ഈ ഒരു വെള്ളത്തിൽ തന്നെയാണ് അരി വേവിച്ചെടുക്കാൻ പോകുന്നതും. അരി കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി കുതിർത്തിയ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ കുക്കറിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർക്കാം. കഞ്ഞിക്ക് ആവശ്യമായ കല്ലുപ്പ് ചേർക്കാം. നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇനി കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാനായിട്ടും. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അടപ്പിലേക്ക് മാറ്റാം. ഇനി നമുക്ക് കുക്കറൊന്ന് മൂടി വെച്ച് കൊടുക്കാം. കുക്കർ മൂടി വെച്ചിട്ടുണ്ട്. നല്ലോണം എയർ വരുമ്പോൾ വിസിലിട്ട് കൊടുക്കാം. അതിനുശേഷം ആദ്യ വിസില് ഫുൾ ഫ്ലെയിമിലും അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഒരു 5-6 വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം.
ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായ അരമുറി നാളികേരം ഒന്ന് തിരുമിയെടുക്കാം. അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത നല്ല വെണ്ണ പോലെ തന്നെ ഒന്ന് അരച്ചുകൂടെ എടുക്കാം. അപ്പോൾ നമ്മുടെ നാളികേരം ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ റൈസ് എല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കിയും കൂടെ നോക്കാം. നല്ല പോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞവരരി വേവിക്കുമ്പോൾ നല്ല പോലെ കുതിർത്തിയതിന് ശേഷമായിരിക്കണം വേവിക്കേണ്ടത്, അല്ലെങ്കിൽ ഇതൊന്ന് വേവാതെ പോകുന്നതാണ്. ഇതേ ഒരു പരുവത്തിനാണ് വെന്ത് വന്നിട്ടുള്ളത്. ഈ ഒരു പരുവത്തിൽ നമ്മൾ അരച്ചെടുത്തിട്ടുള്ള നാളികേരം ചേർക്കാം. ഇനി മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ കഞ്ഞിയുടെ കട്ടിക്ക് അനുസരിച്ചിട്ടാണ് നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. നമ്മുടെ കഞ്ഞിക്ക് ഇത്രയും തന്നെ കട്ടിയുണ്ട്. ഇനി ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയാൽ മാത്രം മതിയാകും. കഞ്ഞി ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 സ്പൂൺ അളവില് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് മധുരമൊക്കെ ചേർത്ത് കുടിക്കാനാണ് താല്പര്യമെങ്കിൽ ഇതിലേക്ക് കുറച്ച് ചക്കരയോ ശർക്കരയോ ചേർക്കാവുന്നതാണ്. മധുരം ഒഴിവാക്കി കഴിക്കുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അങ്ങനെയും കഴിക്കാവുന്നതാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ കഞ്ഞി ഒന്ന് ചെറുതായിട്ട് ചൂടായൊക്കെ വന്നിട്ടുണ്ട്. തിളപ്പിക്കാതെ തന്നെ വേണം നമുക്ക് ഈ കഞ്ഞി ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ടും. അതിനുശേഷം ചൂടോടുകൂടി തന്നെ ഒരു സെർവിങ് ബൗളിലേക്ക് കൂടെ മാറ്റാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും ഈ ഒരു മാസത്തിൽ തയ്യാറാക്കി കുടിക്കണം. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വളരെ പ്രാധാന്യം നിറഞ്ഞ ഈ ഒരു കഞ്ഞി എല്ലാവരും തയ്യാറാക്കി കുടിക്കണേ. ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് ഒരുപോലെ തന്നെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്ന് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് പ്രയോജനകരമാണ് എന്ന് തോന്നുവാണെങ്കിൽ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ വിലയേറെ ലൈക്കുകൾ തരാനും മറക്കല്ലേ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെ കൂടി എത്താം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.